മനോരമയുടെ എഡിറ്റോറിയൽ വേർതിരിവിനായല്ല ദേശീയ ഗീതം എന്നുള്ളതാണ്. അറിയാലോ, സ്വാതന്ത്ര്യ ദിനത്തിൽ കോൺഗ്രസ് ആകെ അട്ടപ്പട്ടലം പെട്ടു. ഒന്ന്, കേരളത്തിൽ വി ഡി സതീശൻ ദേശീയ ഗീതം പാടിയില്ല, വന്ദേമാതരം പാടിയതേയില്ല. വന്ദേമാതരം പാടുകയാണെങ്കിൽ ആദ്യത്തെ 2 സ്റ്റാൻസ പോരാ, മുഴുവനും പാടണം എന്ന് നിയമമുണ്ട്. മാത്രമല്ല, അതിനെ അപമാനിക്കാനും പാടില്ല. അത് ചൊല്ലുന്ന സമയത്ത് അത് ഇടയിൽ കയറിങ്ങാണ്ട് അതിനെ കുഴപ്പത്തിലാക്കാനൊന്നും പാടില്ല. അങ്ങനെ ചെയ്താൽ 3 വർഷത്തെ തടവും പിഴയും ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ പാടാതിരിക്കാം, പാടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പാടിയില്ല, വി ഡി സതീശൻ പാടിയില്ല. അതാണ് കേരളത്തിൽ സംഭവിച്ചത്. അതേസമയത്ത് കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് 3 സംസ്ഥാനങ്ങളും കൂടിയുണ്ട്. അതായത് കർണാടകയിൽ വളരെ മനോഹരമായി ഈ വന്ദേമാതരം മുഴുവനായിട്ട് ചൊല്ലി ഡി ശിവകുമാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രി വളരെ സുസ്മേരവദനായി വളരെ അഭിമാനത്തോടെ അദ്ദേഹം അത് മുഴുവൻ കേട്ട് നിന്നു. തെലങ്കാനയിലും പാടി, ഹിമാചലിലും പാടി. അങ്ങനെ എന്താ പറയുക, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇത് പാടി, കേരളം ഒഴികെ. അതിനേക്കാൾ രസം, AICC ആസ്ഥാനത്ത് ഇതുവരെ ഞങ്ങൾ 2 സ്റ്റാൻസിയെ പാടുള്ളൂ, അതിന് ശേഷമുള്ളത് പാടില്ല എന്ന് തീരുമാനമെടുത്തിരുന്ന കോൺഗ്രസ് സോണിയാഗാന്ധിയും ഖാർഗെയും രാഹുൽ ജിയും ഒക്കെ അണിനിരന്ന വേദിയിൽ സേവാദൾ സംഘം അതാണ്ട് മുഴുവൻ പാടിക്കൊടുത്തവർക്ക് അതാണ്ട് 2 സ്റ്റാൻസ് കഴിഞ്ഞ് 3-ാം സ്റ്റാൻസിലേക്കാണ്ട് കടന്നപ്പോഴത്തേക്ക് സോണിയാഗാന്ധിയുടെ മട്ടുമാറി, സോണിയാഗാന്ധി കണ്ണുരുട്ടി നിർത്തണം എന്നൊക്കെ ആംഗ്യം കാണിച്ച് പറയുന്നത് അങ്ങനെയല്ല, മറ്റേ കസേര കൊണ്ടുവരാൻ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് അത് കണ്ടാൽ നമുക്കറിയാം കസേര കൊണ്ടുവരണമെന്നല്ല, നിർത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇപ്പം സോണിയാഗാന്ധി പെട്ടിരിക്കുകയാണ്. സോണിയാഗാന്ധിക്കെതിരെ കേസെടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അവരും 3 വർഷം, സോണിയാഗാന്ധി 3 വർഷം തടവിലേക്ക് പോകുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം ഇത് ആലപിക്കുമ്പോൾ, വന്ദേമാതരം ആലപിക്കുന്ന സമയത്ത് അത് നിർത്താൻ വേണ്ടിയിട്ട് സോണിയാഗാന്ധി ഇടപെട്ടു എന്നുള്ളത് ഈ ദേശീയ ഗീതത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അധിക്ഷേപമാണ്. അത് AICC ആസ്ഥാനത്ത് വെച്ച് കോൺഗ്രസ് നടത്തി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന്, ഇവരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിങ്ങൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇവരോട് ശത്രുത പ്രഖ്യാപിക്കുന്നതാണ്. ഇതിനു വേണ്ടിയിട്ടാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ അറിയാലോ, കേരളത്തിൽ ഒരിക്കലും വി ഡി സതീശൻ ഇത് പാടില്ല. കാരണം ഒരു മുസ്ലിം വിരുദ്ധനായി തന്നെ പ്രഖ്യാപിക്കേണ്ട, നേരത്തെ തന്നെ സതീശന്റെ ചില പ്രഖ്യാപിത നിലപാടുകളുണ്ട്. അത് പലപ്പോഴും ഒരു ഹിന്ദു വിരുദ്ധ നിലപാടുകളായിട്ട് പലപ്പോഴും മാറാറുണ്ട്. പക്ഷേ സതീശൻ ഒരു പക്ഷേ താൻ ഒരു RSS എന്താ പറയുക, RSSും താനും തമ്മിൽ എന്തോ ചില ഒരു ഡിങ്കോൾഫി ഉണ്ട് എന്നുള്ള ആ CPMന്റെ മനഃപൂർവ്വമായ ആരോപണത്തെ ചെറുത്തു നിൽക്കാനായിരിക്കാം സതീശൻ ഈ നിലപാട് കൈക്കൊള്ളുന്നത്. ഏതായാലും UDFിലെ ഏറ്റവും പ്രബല കക്ഷിയായ മുസ്ലിം ലീഗിനെ പിണക്കണ്ട അല്ലെങ്കിൽ പ്രകോപിപ്പിക്കണ്ട എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ ആവണം ഈ ദേശീയ ഗീതം ചൊല്ലാതിരുന്നത്. അതേസമയത്ത് കർണാടകയിൽ ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈന്ദവ വിരുദ്ധ നിലപാട് അവിടെ എടുക്കാൻ ശിവകുമാറിന് പറ്റില്ല. ഇത് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടന്നത്. AICC ആസ്ഥാനത്ത് എനിക്ക് തോന്നുന്നു AICC ആസ്ഥാനത്തും ഇത് ചൊല്ലാതിരുന്നാൽ കുഴപ്പം കോൺഗ്രസിന് തന്നെയാണ്. അപ്പോൾ ആരൊക്കെയോ ഇത് ചൊല്ലണമെന്ന് നിർബന്ധം ആർക്കൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ ഈ സേവാദൾ വളണ്ടിയർമാര് ഈ മുഴുവൻ ആലപിച്ചത് ഇനി മുഴുവൻ ആലപിക്കാതിരിക്കാനും പറ്റില്ല, പകുതി വെച്ച് നിർത്താനും പറ്റില്ല. കാരണം പകുതി വെച്ച് നിർത്താൻ പാടില്ല എന്ന് പ്രത്യേക ഉത്തരവുണ്ട്. ചെല്ലുകയാണെങ്കിൽ നിങ്ങൾ മുഴുവൻ ചെല്ലുകയാണെങ്കിൽ മുഴുവൻ ചൊല്ലണം, അതിനോട് ആദരവും പ്രകടിപ്പിക്കണം. വേണമെങ്കിൽ നിങ്ങൾ ചൊല്ലാതിരിക്കാം, അത്രയേ ഉള്ളൂ. ഏതായാലും കോൺഗ്രസ് പെട്ടിരിക്കുന്നു. അതാണ് വേർതിരിവിനായല്ല ദേശീയ ഗീതം, രാജ്യത്ത് ഉയരേണ്ടത് ഒരുമയുടെ വന്ദേമാതരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ പറയുന്നു, രാഷ്ട്രപതിയും ഗവർണറും പങ്കെടുക്കുന്ന ഔദ്യോഗിക ചടങ്ങുകളിലും മറ്റും വന്ദേമാതരത്തിന്റെ പൂർണ്ണരൂപം പാടണമെന്ന് ഫെബ്രുവരിയിലാണ് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയത്. വന്ദേമാതരത്തെ അവഹേളിക്കുന്നത് കുറ്റകരമാക്കുന്നതിനുള്ള ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കിയതാവട്ടെ ഇക്കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിലും. ദേശീയ ഗാനത്തിന് മാത്രമുള്ള വ്യവസ്ഥകളാണ് വന്ദേമാതരത്തിനും ബാധകമാക്കിയിരിക്കുന്നത്. ദേശീയ ഗീതത്തെ അവഹേളിച്ചാൽ 3 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. പൂർണ്ണരൂപത്തിന് ദേശീയഗാന പദവി വേണമെന്നായിരുന്നു ഹിന്ദു മഹാസഭയുടെ വാദം. പണ്ട് ദേശീയ സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ കവിതയുടെ ആദ്യ ഭാഗം പാടിയാൽ മതിയെന്ന് 1937 കോൺഗ്രസ് സമ്മേളനം തീരുമാനിച്ചത് ആ എതിർപ്പുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. അപ്പൊ 1937 മുതലാണ് കോൺഗ്രസ് ഇത് മുഴുവൻ പാടാതായത്. പക്ഷേ ആദ്യകാലത്ത്, അതിനേക്കാൾ മുമ്പ് കൽക്കത്ത സമ്മേളനത്തിലൊക്കെ രവീന്ദ്രനാഥ് ടാഗോർ തന്നെ ഇതിന്റെ മുഴുവൻ വരികളും ആലപിച്ചിരുന്നു. തുടർന്നിട്ടാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന് മുഹമ്മദ് അലി ജിന്നക്കൊക്കെ ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചത്. അതിനുശേഷം ഒരു സമവായത്തിന്റെ ഭാഗമായിട്ട് ഇവർ ഈ 2 സ്റ്റാൻസിൽ ഒതുക്കുകയായിരുന്നു ചെയ്തത്. ഏതായാലും ഇനിയും ഈ വിവാദം തുടരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. UDF സർക്കാർ സമരസേനാനികളെ അപമാനിച്ചു. നിതിൻ നവീൻ എന്ന് പറഞ്ഞാൽ BJPയുടെ ദേശീയ പ്രസിഡന്റ് പറയുന്നു. വന്ദേമാതരം ചൊല്ലി രാജ്യത്തിന് ജീവൻ ബലി നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കുകയാണ് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഗാനാലാപം പൂർണ്ണമായി ഒഴിവാക്കിയ കേരളത്തിലെ UDF സർക്കാർ ചെയ്തതെന്ന് BJP അധ്യക്ഷൻ നിതിൻ നവീൻ ആരോപിച്ചു. അതിനുശേഷം വന്ദേമാതരം വിവാദം സോണിയ മാപ്പ് പറയണമെന്ന് അമിത്ഷാ.
ഇന്ത്യയുടെ പരമാധികാരത്തിലും അഖണ്ഡതയിലും വിശ്വസിക്കുന്നവർക്ക് വന്ദേമാതരം ആലപിക്കുമ്പോൾ രോഷം തോന്നുമോ എന്ന് BJP ചോദിച്ചു. തലച്ചോറിൽ നക്സൽ ചിന്തയുമായി നടക്കുന്നവരുടെ മാനസികാവസ്ഥ മൂലമാണ് കോൺഗ്രസ് നേതാക്കൾ ദേശീയഗീതത്തെ എതിർക്കുന്നത് എന്നും BJP വക്താവ് പ്രദീപ് ഭണ്ഡാരി വിമർശിച്ചു. വിവാദത്തിൽ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പിന്മുറക്കാരനും BJP MLAയുമായ സുമിത്രോ ചാറ്റർജി സോണിയാഗാന്ധിക്ക് കത്തെഴുതിയിട്ടുണ്ട്. പിന്നെ സോണിയക്കെതിരെ ഒരുപാട് പരാതികളുണ്ട്. ന്യൂഡൽഹി വന്ദേമാതരം വിവാദത്തിൽ സോണിയാഗാന്ധിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി. ഹിന്ദുസേന മേധാവി വിഷ്ണു ഗുപ്ത ഡൽഹി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. കർണാടകയിൽ ഉർവ, മംഗളൂരു പോലീസ് സ്റ്റേഷനുകളിലും പരാതിയുണ്ട്. ഏതായാലും ഏറ്റവും പുതിയ വാർത്ത, സോണിയക്കെതിരെ കേസെടുക്കാൻ പോകുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. നമുക്ക് നോക്കാം.